എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് പോയല്ലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നവ്യേനെ ഗുണ്ടകൾ അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന അതിനുശേഷം ഒരു മുറിയിൽ കൊണ്ടുപോയിട്ട് വായിക്കാൻ സെല്ലോട്ടേപ്പൊക്കെ ഒട്ടിച്ച് കൈയും കാലും ഒക്കെ ബന്ധിച്ച് കസാരയിൽ ഇട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അബി ഹോസ്പിറ്റൽ ICUവിലാണ്. അപ്പൊ അബിയെ കാണാനായിട്ട് ജലജയും നയനയും ആദർശവും എല്ലാവരും കൂടെ വരുവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടു അബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ജലജയും ആദർശം നയനും എല്ലാവരും ഓടി വരുന്നുണ്ട്. അപ്പം ICUവിൽ അതിന്റെ പെട്ടെന്ന് കാണാനൊന്നും പറ്റിയില്ല. പിന്നീട് ഡോക്ടറുടെ പെർമിഷനോട് കൂടി അവ അകത്ത് കയറി അബീനെ കാണുന്നുണ്ട്. അബിയുടെ അവസ്ഥ കണ്ടപ്പം ജലജ അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്. അബിയല്ലേ അഭിനയിക്കാൻ ഭയങ്കര മിടുക്കനല്ലേ. അബി നന്നായിട്ട് അവിടെ കിടന്നുകൂടെ അഭിനയിക്കുന്നുണ്ട്. അബി പറഞ്ഞു, എനിക്ക് എന്റെ നവ്യേനെ ഇപ്പൊ കാണണം, എനിക്ക് അവളില്ലാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണം. അപ്പൊ ബാക്കി എല്ലാരും വിചാരിച്ചെന്താ, ശരിക്കും ഇപ്പൊ നവ്യയോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷെ നയനയ്ക്ക് എന്തോ ഒരു സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. പിന്നീട് ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്നൊക്കെ. നയനയ്ക്ക് ആദ്യം അറിയേണ്ടത് നവ്യക്ക് എന്ത് പറ്റിയെന്നാണ്. പിന്നീട് നയന് ചോദിക്കുന്നുണ്ട് എന്റെ ചേച്ചി എന്തിയെ, എന്റെ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന്. പിന്നീടാണ് അബി ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങൾ റിസോർട്ടിന്റെ അവിടെ പുറത്തിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്നു, എന്നെ അടിച്ചിട്ടിട്ട് അവന്മാര് നവ്യേനെ പിടിച്ചോണ്ട് പോയെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നായന അവിടെ കിടന്ന് പൊട്ടിക്കരയുവാണ്. എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല. ചേച്ചി ഇപ്പൊ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. പോരാത്തിന് ജലജയം പറയുന്നുണ്ട് ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ. ജലജയ്ക്ക് അറിയാം അബി നവ്യേനെ ഇല്ലാതാക്കാണ്ട് കൊണ്ടുപോയതാന്നൊക്കെയുള്ള സത്യം. പിന്നീട് അബി എന്ത് ചെയ്യുവാണ്, അവിടെ കിടന്ന് അങ്ങോട്ട് തകർത്തങ്ങോട്ട് അഭിനയിക്കുവാണ് അങ്ങോട്ട്. നവീൻ എനിക്കിപ്പോൾ കാണണം, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും നയന എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചതും എങ്ങനെയാന്നൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേ അബിക്കൊരു വെപ്രാളം ഉണ്ടായി. അബി കിടന്ന് ബബ്ബ വെക്കുവാണ്. കാരണം നയനയാണ് നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാ, അവൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നീട് അബി എന്ത് ചെയ്യുക, നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കോ വയ്യാത്ത പോലെ. തനിക്ക് ബോധക്കേടുണ്ടാകുന്ന പോലെയൊക്കെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി ശല്യം ചെയ്യരുത്, പേഷ്യന്റ് ഇപ്പോൾ വേണ്ടത് റെസ്റ്റാണെന്ന് പറയാണ്. പിന്നീട് ജലജ അവരെല്ലാരും കൂടെ പുറത്തിറങ്ങുവാണ്. ഈ സമയത്ത് നവ്യേനെയും കൊണ്ട് ഗുണ്ടകൾ പോവായിരുന്നു. നവ്യ വണ്ടിക്കകത്തിരുന്ന് കുതിർന്നുണ്ട്, എന്നെ വിടറാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ വിടാനായിട്ടാ. അങ്ങനെ അവളൊരു ആളില്ലാത്തൊരു വീട്ടിലേക്ക് കൊണ്ടുപോയിലുവാണ്. കൊണ്ടുപോയി എന്നിട്ട് ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയിലുണ്ട്. പഴയ വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വീടാ. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചോദിച്ചു എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ, നിങ്ങൾ ആരാ, എന്തിനാ ചെയ്തേ, എനിക്ക് എന്റെ അബിയുടെ അടുത്ത് പോകണം, എന്റെ അബിക്ക് എന്താ പറ്റിയത്, എനിക്ക് എന്റെ അബീനെ ഇപ്പൊ കാണണമെന്ന് പറയാം. ഇതേ മര്യാദയ്ക്ക് അടങ്ങിയിരുന്നു അബി, ഇനി അബീനെ കുറിച്ച് മിണ്ടിപ്പോയേക്കല്ലെന്ന് പറയണം. ഇനി നീ ഇവിടെയാന്ന് പറയണം. നിങ്ങൾ ആരാ, എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തെന്ന് ചോദിക്കുമ്പോഴത്തേനും വെട്ട് സതീശൻ പറയാ ജിലേബി ജിലേബി എന്നുള്ള വിളി കേട്ടപ്പോഴത്തേനും നവ്യ ഒന്ന് ഞെട്ടിപ്പോയി. പെട്ടെന്ന് നവ്യ ചോദിച്ചു നിങ്ങളോ, നിങ്ങളുടെ സൗണ്ട് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയണം. പെട്ടെന്ന് മുഖം മൂടി അങ്ങോട്ട് മാറ്റുവാണ് വെട്ട് സതീശൻ. സതീശനെ കണ്ട് നവ്യ ഞെട്ടി, നിങ്ങളാണോ, നിങ്ങൾ എന്തിനാ ഈ പരിപാടി കാണിച്ചെന്ന് ചോദിക്കുകയാണ്. നിന്നെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ജിലേബി, കല്യാണത്തിന്റെ അന്ന് എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതല്ലേ നീയാ. അപ്പൊ എനിക്ക് വീണ്ടും നിന്നെ അങ്ങ് അല്ല, എനിക്ക് ഇപ്പോഴാണ് എൻ്റെ അവസരം വീണ്ടും കിട്ടിയത് നിന്നെ സ്വന്തമാക്കാനായിട്ടുള്ള. ആ അവസരം ഞാൻ അങ്ങോട്ട് മുതലെടുക്കുവാണ്. ഇനിയിപ്പോ നമ്മൾ തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നേ. നവ്യ നിങ്ങൾ എന്തൊക്കെയാ പറയണേ, എന്റെ കല്യാണം കഴിഞ്ഞാണ്, എന്റെ വയറ്റിലൊരു കുഞ്ഞു ഉണ്ടെന്നല്ലേ. കുഞ്ഞോ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്റെ മോളെ. ഇനിയിപ്പൊ കുഞ്ഞുണ്ടെങ്കിലും എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ന് ഞാൻ നിന്റെ കഴുത്തിൽ താഴെ ആർത്തും, പിന്നെ ആരാ, നീ എന്റെ ഭാര്യയാണ്, നമ്മൾ രണ്ടും ഒരുമിച്ചാ ജീവിക്കാൻ പോകുന്നു പറയാം. നബി പറഞ്ഞു മര്യാദയ്ക്ക് എന്നെ അഴിച്ചു വിട്ടു, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പോലീസിനെ വിളിക്കും. അബി വന്നിട്ടുണ്ടല്ലോ നിങ്ങളെല്ലാം ശരിയാക്കൂന്ന് പറയാണ്. ഞാൻ ആരാന്നറിയാവോ. അങ്ങനെയൊക്കെ ചോദിച്ചതിനും വിട്ടു സാധിച്ചപ്പോൾ നീ ആരാണെങ്കിലും എന്താ, ഞാൻ നിന്നെ മോഹിച്ചു പോയി, പക്ഷെ അന്ന് എനിക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നതാണ്. നബി അവിടെ കിടന്ന് കുതിർന്നുണ്ട്. വിടറാന്ന് പറഞ്ഞ് ഒച്ചപ്പാട് വെക്കുന്നുണ്ട്. അവസാനം എന്ത് ചെയ്യണം, അതെ ഇവളുടെ വായ അങ്ങോട്ട് ഒട്ടിച്ചു വെച്ചാൽ സെല്ലോട്ടെ പോയി. ഇനി ഇവളെ കിടന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കല്, കൈയും കാലും കൂടെ ബന്ധിച്ചാരെ പോയി നമുക്ക് പൂമാലയൊക്കെ മേടിച്ചോണ്ടരാം, ഇവളുടെ കഴുത്തിൽ താലി ആർത്താണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെട്ട് സതീശനും കൂട്ടരും ഇറങ്ങിപ്പോവാണ്. നവ്യ ഓർത്ത് ഇനി ഇവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ആരും വരത്തില്ല, ഇനി എന്ത് ചെയ്യും ഭഗവാനേന്ന്. പിന്നീട് അവന്മാരെന്ത് ചെയ്യുവാണ്, പൂമാലയൊക്കെ മേടിക്കാനായിട്ട് മാർക്കറ്റിലേക്ക് വരുവാണ്. ഈ സമയത്ത് കനക എന്ത് ചെയ്യുവാണ്, കനക മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. കനക വന്നിട്ട് പച്ചക്കറി മേടിക്കാൻ വന്ന പച്ചക്കറിക്ക് വിലയൊക്കെ ചോദിച്ചുകൊണ്ട് വില പേശിക്കൊണ്ട് നിൽക്കുവാണ്. ആ സമയത്താണ് വെട്ടു സതീശന് കൂട്ടർ അങ്ങോട്ട് വരുന്നത്. ഈ വെട്ടു സതീശനെ കണ്ടപ്പോഴത്തേനും കനയ്ക്കൊരു ഡൗട്ട്, ഇവൻ എവിടെയോ ഒരു കണ്ടുപരിച്ചുണ്ടല്ലോ, ഇവനല്ലേ അന്ന് നവ്യനെ തട്ടിക്കൊണ്ട് പോയത് കല്യാണത്തിൻ്റെ അന്ന്, പിന്നെ എന്തിനാ ഇവിടെ വന്നത്. പതുക്കെ കനക അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഉമ്മാരെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെട്ടു സതീശനും കൂട്ടരും വന്നിട്ട് പൂമാലയൊക്കെ
വെച്ചിരിക്കുന്ന കടയിലേക്ക് ചെല്ലുവാണ്. എന്നാൽ പൂമാലയ്ക്കൊക്കെ വില ചോദിക്കുവാണ്. പിന്നീട് കൂടെയുള്ളവന്മാർ പറഞ്ഞു ഇതെങ്ങനെ ഇത് കൊള്ളാമല്ലെന്ന് ചോദിക്കും സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വെട്ട് സതീശിന് ഫോണിലേക്ക് ഒരു കോള് വരുവാണ്. അബിയാണ് കോള് വിളിച്ചത്. അബി കോൾ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കണം. എല്ലാം ഓക്കെ ആ സാറെന്ന് പറയണം. അധികം വൈകാതെ തന്നെ അവളുടെ കഥ അങ്ങോട്ട് കഴിക്കുമെന്ന് പറയണം. അതെ ഇനിയിപ്പോൾ അവളെ തീർത്തിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറയാം. സാർ അത് ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, അവളുടെ കഥ ഇന്നത്തോടു കൂടി ഫിനിഷാക്കും. പിന്നെ ഞാൻ സാറിനെ വിളിച്ചോളാന്ന് പറഞ്ഞ് കോള് കട്ടിയാണ്. പെട്ടെന്ന് കനയ്ക്ക് കൊടുത്ത് ആരെയായിരിക്കും ഇയാൾ വിളിച്ചത്, ആരെയായിരിക്കും ഇല്ലാതാക്കുന്ന കാര്യം പറഞ്ഞ് ആരോ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്, അത് ആരാന്നറിയണം. അങ്ങനെയൊക്കെ എടുത്ത് കനക്ക പതുക്കി ഇങ്ങനെ തലവഴി എന്ത് ചെയ്യണം സാരിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും നവ്യക്കുള്ള മാലയൊക്കെ സെലക്ട് ചെയ്യുമായിരുന്നു വിട്ട് സതീശൻ. അങ്ങനെ ഈ ഫോട്ടോ എടുക്കുകയാണ് നവ്യയുടെ ഫോണിനകത്ത്. എന്നിട്ട് ഒരേ മാലയുടെ അടുത്തോട്ട് ചെന്നിട്ട് ഇത് ഇവളുടെ കഴുത്തിലിട്ട് ചേരുവ എന്നിങ്ങനെ നോക്കുകയാണ് വലിയ പൂമാല. കനക ഇത് കണ്ട് പതുക്കെ മറിഞ്ഞത് കനക കണ്ടു നവ്യയുടെ ഫോട്ടോ. അപ്പൊ കനകയ്ക്ക് ഒരു സംശയമായിപ്പോയി. കനകയ്ക്ക് കൃത്യമായിട്ട് ആളെ കിട്ടിയില്ല, നവ്യ ആണോ എന്നൊരു ഡൗട്ട്. പിന്നെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് നോക്കുകയാണ്. കനക ഞെട്ടിപ്പോയി. അത് ശരിക്കും നവ്യ തന്നെയാന്നുള്ള സത്യം കനക തിരിച്ചറിയുകയാണ്. കനകയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പൊ ഈ കനക ഇങ്ങനെ വന്ന് അടുത്തേക്കുന്നുണ്ടപ്പോഴത്തേനും പെട്ട് സതീശ് തിരിഞ്ഞിട്ട് അല്ല എന്താ അമ്മ എന്താന്ന് ചോദിക്കണേ. ഒന്നുമില്ല മോനെ എന്ന് പറയാണ്. അതെ അല്ല മോൻ എന്താ ഈ മാലയൊക്കെ, അതോ ഇന്നെന്റെ കല്യാണം എന്ന് പറയാണ്. കല്യാണം? ആ അതെ എന്റെ കല്യാണം അമ്മേ. ആ ഇപ്പൊ എന്തായാലും പ്രായമായ ഒരാൾ കണ്ടല്ലോ, ഒരനുഗ്രഹം മേടിച്ചേക്ക എന്നെ അനുഗ്രഹിക്കണം അമ്മയെന്ന് പറയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ഉണ്ടാവും മോനെ എന്ന് പറയാണ്. പെണ്ണിന്റെ ഫോട്ടോയും കൂടെ കാണിച്ചു കൊടുക്കുക, ഇതാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണെന്ന് പറയാണ്. കനയ്ക്ക് മനസ്സിലായി നവ്യ ഇവരുടെ പിടിയിലാണ്, ഇനി എന്ത് ചെയ്യും. എന്നാൽ ശരി അമ്മ ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് ഇറങ്ങി പോവാണ്. പെട്ടെന്ന് കനക എന്ത് ചെയ്യണം, ആ പച്ചക്കറിയെല്ലാം കൂടെ അവിടെ ഇട്ടിട്ട് ഇവരുടെ പുറകെ പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പറഞ്ഞു ആ വണ്ടിയുടെ പുറകെ പോകണം, ആ കാറിന്റെ പുറകെ പോകണമെന്ന് പറയാണ്. പിന്നീട് ആ കാറിനെ ഫോളോ ചെയ്യുവാണ് ഓട്ടോറിക്ഷ. അങ്ങനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീട്ടിലേക്കേ ചെല്ലുന്നേ. ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും കനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, നവ്യ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേനും കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ ബന്ധിച്ചിട്ടേക്കുവാണ്. അപ്പൊ അവിടെ നിന്ന് എങ്ങനെ നവ്യനെ രക്ഷിക്കും, എങ്ങനെയെങ്കിലും രക്ഷിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യും, നയനെ ഒന്ന് വിളിച്ചു നോക്കാൻ ഓർത്ത് നയനെ വിളിക്കുക. ഈ സമയത്ത് നയന കോൾ എടുക്കുന്നില്ല. അമ്മയെ വിളിക്കുന്നേ. അമ്മ എന്തു പറയാനായിരിക്കും വിളിക്കുന്നേ. ദൈവമേ ഇനിയിപ്പം ചേച്ചിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ, ഇനിയിപ്പം എങ്ങനെ സത്യങ്ങളൊക്കെ തുറന്നു പറയും. പേടിയായിട്ട് നയനെ കോൾ എടുത്തില്ല. അവസാനം ആദർശ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ കോൾ എടുത്ത് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയാണ്. പിന്നീട് ആദർശ് കോൾ എടുത്തിട്ട് നവ്യനെ കാണാനില്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് മനസ്സിലായി അവരെല്ലാം വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താനത് പറഞ്ഞാൽ ശരിയാവത്തില്ല, നവ്യനെ കണ്ടത് എങ്ങനെയാ സിറ്റുവേഷൻ ഒന്നും അറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയ കേസിൽ ആദർശ് വളരെയധികം ബുദ്ധിമുട്ടിയാ ആ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത്. ഇനിയിപ്പം മരുമോനെ കഷ്ടപ്പെടുത്തണ്ട, തന്നെ കൊണ്ട് നോക്കാൻ പറ്റുമോ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ, ഇല്ലെങ്കിൽ മാത്രം വിവരം അവരെ അറിയിക്കാന്നൊക്കെ ഓർത്തുകൊണ്ട് കനക ആ സമയത്ത് പറഞ്ഞില്ല. ശരി മോനെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയോ ചെയ്തേ. ഈ സമയത്ത് നമ്മുടെ അബിയുടെ മുറിയിലേക്ക് ഡോക്ടർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ വന്നു കഴിയുമ്പോഴത്തേനും അബിയോട് എങ്ങനെയുണ്ട് ഓക്കെ അല്ലേന്ന് ചോദിക്കാം. ഓക്കെ ആന്ന് പറയാണ്. അതെ ഡോക്ടറുടെ അക്കൗണ്ടിലേക്ക് ബാക്കി പൈസ കൂടെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തോളാം എന്ന് പറയണത്. അതൊക്കെ ഓക്കെ ആന്ന് പറയാണ്. എന്തായാലും അഭിനയം കൊള്ളാം, പൊളിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഡോക്ടർ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ നിമിഷം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. കൃത്യസമയത്ത് തന്നെ ഡോക്ടർ ദേവദൂതനെ പോലെ വന്നു. ഈ നന്ദി ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ അവര് ഇതെല്ലാം വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയാണ്. അങ്ങനെ അബിക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പൊ അബിയുടെ കളികളായിരുന്നു ഇതെല്ലാം. ഈ തലയ്ക്ക് വലിയ മുറിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ICU കയറി കിടക്കുന്നത്. സംശയിക്കരുതല്ലോ, നവ്യ ഇല്ലാതായാലും നവ്യനെ ഇല്ലാതാക്കാൻ താനാണ് തുനിഞ്ഞിറങ്ങിയത് ആരും അറിയാതിരിക്കാൻ വേണ്ടി അബിയുടെ ഒരു ഡ്രാമ മാത്രമായിരുന്നു ആ ICUവിലുള്ള കയറ്റമൊക്കെ. അതിന് ഡോക്ടറെ കൈമണി അടിച്ച ഡോക്ടർക്ക് പൈസയും കൊടുത്താണ് അബി ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഇനി കള്ളത്തരങ്ങളൊക്കെ നമ്മുടെ നയനയും അതോടൊപ്പം തന്നെ കനകയെല്ലാം പൊളിച്ചെടുക്കുകയാണ്. കനക രക്ഷിക്കാൻ വരുന്നുണ്ട്, അതോടൊപ്പം ആദർശും നയനയൊക്കെ വരുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോയി ഞാൻ വന്ന് പറയാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നാളെ കാണിക്കാൻ പോകുന്ന വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.